പിന്നെ നമ്മുടെ പോളിസിക്കകത്ത് നമ്മൾ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. കാലം മാറുന്നതനുസരിച്ച് പോളിസീൻ്റെ ഓരോ കാര്യങ്ങളും മാറുന്നുണ്ട്. പല ഫീച്ചേഴ്സുകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് അതിൻ്റകത്ത് ചില സർവീസസ് നമുക്കറിയാൻ പറ്റും. ഡോക്ടർ കൺസൾട്ടേഷൻ. ഈ ഡോക്ടർ കൺസൾട്ടേഷൻ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഡോക്ടറുമായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു പനിയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് നമുക്ക് നമുക്ക് ഏതാണോ ഡോക്ടർ വേണ്ടത്, ഇപ്പം എൻ്റെ പേരിൽ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് പോളിസി ഏതാണെന്ന് അറിയാം. അപ്പം നമ്മൾ പോളിസി മാത്രം ഏതാണെന്ന് കൃത്യമായിട്ട് നോക്കി കണ്ടുപിടിക്കണം. അപ്പം ഇത് ട്രിനോജിൻ്റെ പേരിലാണ്. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോളിസി ഏത് ഡോക്ടറെയാണോ കാണിക്കേണ്ടത് അത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഇത് കണ്ടോ, ഇത്രയേറെ ഡോക്ടർമാരെ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് അത് നോക്കിയിട്ട് ഏതാണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് പോളിസി നോക്കാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇപ്പം ചില കേസുകളിൽ ഒട്ടും കുറവില്ല എങ്കിൽ ഡോക്ടർമാർ വീട്ടിലേക്ക് വരുന്നതടക്കം ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. മെഡിസിൻ എടുത്തു, കുറവില്ല, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ബുക്ക് ചെയ്താൽ വീട്ടിലേക്ക് വരുന്ന സൗകര്യങ്ങളടക്കം കമ്പനിയാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ ഫേസ് സ്കാൻ, ഇത് ഫേസ് സ്കാൻ വെച്ച് നമ്മുടെ AI ബേസ്ഡ് ആണ്. നമ്മുടെ BP അങ്ങനെയുള്ള അടക്കം ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നതാണ് പ്രിവെൻറ്റീവ് ഹെയർ എന്ന് പറയും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് ഇതുവഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ഇതുവഴി ചെയ്യാൻ നമ്മൾ ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പോളിസി ഏതാണെന്ന് വെച്ചാൽ ആ പോളിസി സെലക്ട് ചെയ്യുക. അപ്പം ഇതാണ് അഷ്യൂർ പോളിസി. എനിക്ക് 2-3 പോളിസി ഉണ്ട്. ഒന്ന് ഹോസ്പിറ്റൽ ക്യാഷ് ഉണ്ട്, ഒന്ന് അഷ്യൂർ പോളിസി നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള. ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത് ആശുപത്രിയിലാകുന്ന ഓരോ 24 മണിക്കൂറും നമ്മുടെ നമുക്ക് പൈസയായിട്ട് കിട്ടുന്നതാണ്. മറ്റേത് ചികിത്സയ്ക്ക് ആശുപത്രിയിലേക്ക് കമ്പനി അടയ്ക്കുന്നു. പക്ഷേ ഇത് നമുക്ക് കിടക്കുന്ന ഓരോ ദിവസവും അതിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്ന ഓരോ ദിവസവും നമുക്ക് ക്യാഷായിട്ട് കിട്ടും. അപ്പം ലോണും ബാധ്യതയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് വളരെ അനുഗ്രഹമാണ്. കാരണം ആശുപത്രി കിടക്കുമ്പോൾ അവരുടെ വരുമാനം നിലയ്ക്കുന്നില്ല. അവർക്ക് സാധാരണ ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്നതിലും കൂടുതൽ കിട്ടാനുണ്ട്. കാരണം ഡെയിലി 5000 വരെ ക്യാഷ് കിട്ടേണ്ട ഹോസ്പിറ്റൽ ക്യാഷ് പ്ലാനുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രിയിലൊക്കെ കിടക്കുമ്പം 10 ദിവസം കിടന്നു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ നമുക്ക് 1 മാസം കിട്ടുന്നതിനേക്കാട്ടിലും വലിയ വരുമാനം നമുക്ക് അവിടുന്ന് കിട്ടുന്നുണ്ടാവും. അപ്പം ആശുപത്രിയിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ശുശ്രൂഷകളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഇത് അഷ്യൂർ എന്നുള്ള പ്ലാൻ എടുത്തു. നമ്മൾ അടുത്ത ഹെൽത്ത് ചെക്കപ്പിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പം ഇങ്ങനെ അടുത്ത ഹെൽത്ത് ചെക്കപ്പിലേക്ക് പോകുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് ആർക്കാണോ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ടത്, അപ്പം എൻ്റെ പേര് ഞാൻ എടുക്കുന്നു. അപ്പം എൻ്റെ പോളിസി 2 ദിവസം കൊണ്ട് പുതുക്കാറുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ എടുത്തു, നേരത്തെ എടുത്തായിരുന്നു. അപ്പം ഞാൻ എൻ്റെ തന്നെ എടുക്കുന്നു. അപ്പം അതിൻ്റെ അകത്ത് നമ്മുടെ നിയറസ്റ്റ് ലാബിൻ്റെ ലൊക്കേഷൻ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പല വിധത്തിലുള്ള ചെക്കപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ മാത്രം ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തു. ഇതിൻ്റെ അകത്ത് 2500 ചെക്കപ്പാണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. അപ്പം ഞാൻ അത് ബുക്ക് ചെയ്യുന്നു. അപ്പം അത് ബുക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകം ഡു നോട്ട് ഈറ്റ് ഓർ ഡ്രിങ്ക് എനിത്തിങ്. അതിപ്പം പറയുന്ന നോർമലായിട്ട് നമ്മൾ ലാബുകളിലൊക്കെ പോകുമ്പോൾ പറയുന്ന പോലെ 8 മുതൽ 12 മണിക്കൂർ വരെ ബിഫോർ നമ്മൾ ഭക്ഷണം നിർത്തണം. എന്നിട്ട് വേണം ടെസ്റ്റിന് പോകാൻ. കാരണം ശരിക്കും എക്സാക്റ്റ് നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ കാർട്ടിലേക്ക് ഇടുക. നമുക്കപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള ലാബുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം നീതി മെഡിക്കൽ ലാബ്, നീതി ഇരിട്ടിയിലത്തെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ഇരിട്ടിയിലെ മേനോൻ DDRC ഒക്കെ ഇങ്ങനെ. അപ്പം വ്യൂ ഓൾ ലാബ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാബുകൾ ഏതൊക്കെയാണോ ലാബുകൾ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതാണ് കാണുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇത്
താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള നീതി ലാബ് ഞാൻ സെലക്ട് ചെയ്യുന്നു. രാവിലെ 8 മണിക്കോ 9 മണിക്കോ ഉള്ള ടൈം ഞാൻ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു. ഡിസംബർ 24 8 മണിക്കും 9 മണിക്കും. ഇതിൻ്റെ പേയ്മെൻറ്റ് പെയ്ഡ് ബൈ സ്റ്റാർ ഹെൽത്ത് ആണ്. കസ്റ്റമർ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട. നമുക്ക് അപ്പം അതിലേക്ക് നോക്കുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കി വെച്ചാൽ മതി. അപ്പം നമ്മൾ പ്ലേസ് ആൻഡ് ഓർഡർ കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ഇവിടെ ബുക്കായിരിക്കുകയാണ്. ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൻ്റെ ഇത് വരും. യു ഓർഡർ പ്ലേസ്ഡ്. അപ്പം നമ്മുടെ ഓർഡർ പ്ലേസ് ആയി. അത് നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് താലൂക്ക് 24 ഡിസംബർ സംഗതികളെല്ലാം വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ബുക്ക് ചെയ്യുന്നത്. അപ്പം ഇനിയും ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ആശുപത്രിയിൽ ലാബിൽ പോകുന്നു. അവിടെ നമ്മൾ ആധാർ കാർഡുമായിട്ട് എടുക്കുന്നത് നല്ലതാണ്. ആധാർ കാർഡ് എടുത്ത് അവിടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പൈസ ഒന്നും അടയ്ക്കേണ്ട. നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. ഹെൽത്ത് ചെക്കപ്പ് ചെയ്തതിന് ശേഷം റിസൾട്ട് നമുക്ക് അന്നേരം കിട്ടുകയില്ല. അത് നമുക്ക് 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് അയച്ചു തരും. അതിൻ്റെ നമ്പറും കാര്യങ്ങളും അവിടെ കൊടുത്താൽ മതി. ബാക്കിയുള്ളത് കമ്പനിക്കും അങ്ങോട്ട് അയച്ചു പോകും. ഇത് ചെയ്യുന്നത് നമ്മുടെ പ്ലാനിൻ്റെ അകത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ വെച്ച് നോക്കി കഴിയുമ്പോൾ ഉണ്ടോ എന്നറിയാൻ സാധിക്കും. ഉള്ളവർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തു എന്നോർത്ത് കമ്പനി പ്രീമിയം കൂട്ടുമൊന്നുമില്ല. ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് നോക്കുന്നത് നമുക്ക് തുടക്കത്തിൽ ഒരു രോഗം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചികിത്സ കൊണ്ട് തന്നെ അത് ഭേദമാക്കാൻ സാധിക്കും. അപ്പം ഒരു കോംപ്ലിക്കേഷനിലേക്ക് എത്തുന്നതിന് മുമ്പേ കണ്ടുപിടിക്കുവാനും അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് കമ്പനി തരുന്നത്. കാരണം നമ്മുടെ ഓരോ ആരോഗ്യ പ്രശ്നവും കമ്പനീൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം കമ്പനി പരമാവധി നേരത്തെ കണ്ടുപിടിച്ച് നേരത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അവർക്കും സാമ്പത്തികമായി ലാഭമുണ്ട്, നമുക്കും ഒരുപാട് ലാഭങ്ങളുണ്ട്. അപ്പം താങ്ക് യു. അപ്പോൾ കൂടുതൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്, ആപ്ലിക്കേഷനകത്തുണ്ട്. നമുക്ക് വെച്ച് ജസ്റ്റ് കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് യാതൊരുവിധ കുഴപ്പമില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കുന്നത് കൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതും നമ്മൾ നോക്കുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ്. താങ്ക് യു.